ഞാൻ വിഷ് കൈനീട്ടം തരാനായിട്ട് ഒരു വെള്ളി നാണയം കൊണ്ടുവന്നിട്ടുണ്ട്. അയാളുടെ ഒരു വെള്ളി രൂപ. അതങ്ങ് വാങ്ങിച്ചോ മോളെ. രാവിലെ തന്നെ ഒരു പാർട്ടി വിളിച്ചിരുന്നു 10 കോടിയുടെ വില്ല പ്രോജക്റ്റിനെ കുറിച്ച് പറയാൻ. ഇയാളുടെ കയ്യിൽ നിന്ന് വെള്ളി രൂപ വാങ്ങിയ ശേഷം വന്ന ആദ്യത്തെ ഓർഡർ അത്. മരുന്ന് കൊടുത്തിട്ട് എന്തെങ്കിലും പുരോഗമനം ഉണ്ടോ? മരുന്ന് കൊടുത്താൽ ഉടനെ മാറുന്ന അസുഖമല്ലല്ലോ കണ്ണേട്ടനുള്ളത്. മനസ്സ് നന്നാവാതെ ഒരു മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ല. ഇപ്പം മഹാലക്ഷ്മിയുടെ ഉള്ളില് കണ്ണൻ ഉണ്ടോ എന്ന് ചോദിച്ച ഉറപ്പായും ഉണ്ടെന്ന് തന്നെ ഉത്തരം പറയേണ്ടി വരും. എങ്കിലും അവളുടെ മനസ്സില് കണ്ണന് മുകളിലാണ് ഇപ്പൊ സാഗറിന്റെ സ്ഥാനം. അതാണ് നമ്മൾ ചൂട് പിടിപ്പിക്കേണ്ടത്. കണ്ണേട്ടാ, അയ്യോ കണ്ണേട്ടാ, എന്തുറ്റി കണ്ണേട്ടാ? എന്തുറ്റി കണ്ണേട്ടാ? എനിക്ക് തീരെ വയ്യ. അയ്യോ, എന്താ വോമിറ്റ് ചെയ്യണോ? കണ്ണേട്ടാ, ഇവിടെ വോമിറ്റ് ചെയ്യാം. എനിക്കൊന്ന് പുറത്തുപോയി വോമിറ്റ് ചെയ്താൽ മതി. കണ്ണേട്ടാ, വോമിറ്റ് ചെയ്യണോ? കണ്ണേട്ടാ, ദാ. കണ്ണേട്ടാ, നമുക്ക് ആശുപത്രി വല്ലതും പോണോ? എന്താ എന്താ എന്ത് പറ്റിയേ? കണ്ണേട്ടിന് മരുന്ന് കുടിച്ചു കഴിഞ്ഞപ്പോ വല്ലാത്തൊരു തളർച്ച. കണ്ണേട്ടാ, നമുക്ക് ആശുപത്രി പോകാം കണ്ണേട്ടാ. അമ്മ എന്താ? മരുന്നുള്ളിലേക്ക് ചെന്നില്ല. അതിനു മുമ്പേ കണ്ണിന് വയ്യാതെയായി. കണ്ണേട്ടാ, ഹോസ്പിറ്റലിലേക്ക് പോണോ? അവള് ആവശ്യമില്ലാത്ത മരുന്നൊക്കെ കൊടുത്തിട്ട് ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ചോദിക്കുന്നോ? എടീ, നീ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? നിനക്ക് കണ്ണനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ. എന്തിനാടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ. കണ്ണേട്ടൻ ഒരുമാതിരിപ്പെട്ട മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ മനം പുരട്ടാറുണ്ട്. മോനെ കണ്ണ, ഹോസ്പിറ്റലിൽ പോണെങ്കി പോടാ. ഹോസ്പിറ്റലിൽ പോണ്ട. ഇതിന്റെ പേരിൽ മനസ്സമാധാനം ഇല്ലാക്കായിരുന്നാ മതി.
എന്റെ അല്ല, ഇയാളുടെ. ഒരാൾ പോലും ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്തരുത്. വാടാ. അയാളെ കൊല്ലാൻ വേണ്ടിയായിരിക്കും അവള് മരുന്ന് കൊടുക്കുന്നത്. അവൾക്ക് അല്ലാതെ അയാളുടെ അടുത്തുനിന്ന് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അങ്ങനെയെങ്കില് അങ്ങനെ അങ്ങ് ചെയ്യട്ടെ മോളെ. അതോടെ അവൾ ഇവിടുന്ന് പടിയിറങ്ങി പോവുമല്ലോ. ഇനി അത്ര പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല അമ്മേ. കണ്ണേട്ടൻ പോയി കഴിഞ്ഞാ കണ്ണേട്ടന്റെ ഭാര്യ എന്ന നിലയിൽ കണ്ണേട്ടന്റെ സ്വത്തിനുമേൽ അവർക്ക് പിന്നെ അവകാശം കാണില്ലേ? എന്ത് അവകാശം ഉണ്ടെന്ന് പറഞ്ഞാലും കണ്ണൻ എന്തെങ്കിലും സംഭവിച്ചാ അവളെ നമ്മൾ ഇവിടുന്ന് അടിച്ചിറക്കും. ഇല്ലെങ്കിൽ അവളെയും കണ്ണന്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. അതിനൊക്കെ നിന്റെ അമ്മാവനോ അമ്മായി അച്ഛനോ ഒക്കെ കഴിവുണ്ടെന്നാ എന്റെ വിശ്വാസം. പറഞ്ഞില്ലായിരുന്നു എനിക്ക് മരുന്ന് വേണ്ടാന്ന്. അതൊട്ടും മനസ്സിൽ പിടിച്ചില്ല. അതുകൊണ്ടാ എല്ലാം പുറത്തേക്ക് പോയത്. വിഷമായ മഹിക്ക്? ഇല്ല, കണ്ണേട്ടനൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിട്ടല്ലേ മരുന്ന് തന്നത്. അത് കഴിക്കാതായ എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നത്. തനിക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ എന്നും ഇതാണ് അവസ്ഥയെങ്കില് ഞാൻ തളർന്നു പോകുമല്ലോ. ഞാൻ അതിനേക്കാളും തളർന്നു പോയ എന്റെ കണ്ണേട്ട. താനെന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല കണ്ണേട്ട. കണ്ണേട്ടൻ ഉറങ്ങിക്കോ. ഈ സമയത്ത് വിളിച്ചാ ഡോക്ടർ ഫോൺ എടുക്കോ? ഇനിയിപ്പോ എടുത്താൽ തന്നെ വഴക്ക് പറയുമെന്ന് അറിയില്ലല്ലോ. എന്തായാലും വിളിച്ചേക്കാം. ഈ കുട്ടി എന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? ഹലോ, ഡോക്ടർ ഉറങ്ങിയായിരുന്നോ? കൃത്യം 10 മണിക്ക് തന്നെ ഞാൻ കിടക്കും. ഉറക്കത്തിൽ ശല്യം ചെയ്തതിന് ക്ഷമിക്കണം ഡോക്ടറെ. ഉറക്കത്തിൽ ആര് ശല്യം ചെയ്താലും ഞാൻ ക്ഷമിക്കാറില്ല, സ്വന്തം മക്കള് പോലും. പിന്നെ മോളെപ്പോലെ വിവേകമുള്ളൊരു പെൺകുട്ടി ഈ സമയത്ത് എന്റെ ഉറക്കം കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തക്കതായ കാരണവും കാണും. എന്തുപറ്റി? മോളുടെ ഹസ്ബൻഡ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് പിന്നെ മരുന്നുള്ളിൽ ചെന്നപ്പോ കണ്ണേട്ടനൊരു തലചുറ്റലുണ്ടായി. നന്നായിട്ട് വോമിറ്റ് ചെയ്യുകയും ചെയ്തു. അതുപോലെ മനം പുരട്ടുന്ന മരുന്നാണ് ഉള്ളിലേക്ക് ചെല്ലുന്നത്. അതിന് നല്ല കയ്പുണ്ടാവും.
അതുപോലെ തന്നെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ ചില സമയത്ത് മനം പുരട്ടലും ഉരുണ്ടുകയറ്റമൊക്കെ ഉണ്ടാവും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണല്ലോ. അതെ, എന്നാലും അത് കണ്ടപ്പോ വല്ലാത്തൊരു ഭയം തോന്നി ഡോക്ടറെ. ഇത്തരം മരുന്നുകൾ സേവിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാ കണ്ണന്റെ അതേ അവസ്ഥയിൽ വരുന്ന പേഷ്യൻസ് ഒക്കെ ഇടയ്ക്ക് വച്ച് മരുന്ന് നിർത്താറുമുണ്ട്. അതൊരിക്കലും ഗുണം ചെയ്യില്ല. ഇപ്പൊ തന്നെ ഒരു ഭാഗ്യപരീക്ഷണമാണ് നടത്തുന്നത്. പക്ഷേ അത് വിജയിക്കുമെന്ന് 100% ഉറപ്പൊന്നുമില്ല. അയ്യോ, ഇനി വിജയിച്ചാൽ തന്നെ അതിന് 1.5 വർഷം കാത്തിരിക്കേണ്ടിയും വരും. അതുവരെ പേഷ്യൻസ് ഡോക്ടറുമായി സഹകരിച്ചേ പറ്റൂ. അതിലുപരി എന്നെ പോലെ തന്നെ അയാളെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കേണ്ടത് മോളുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ചെക്കപ്പിന് കൃത്യമായി കൊണ്ടുവരികയും വേണം. കുറച്ചു കഴിയുമ്പോ രോഗി മടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ രോഗിയെ നോക്കുന്നവരും. അവിടെയാണ് ചികിത്സ പരാജയപ്പെട്ടു പോകുന്നത്. രണ്ടാമത് പറഞ്ഞത് ഒരിക്കലും ഉണ്ടാവില്ല ഡോക്ടറെ. ഞാൻ ഒരിക്കലും ഒന്നിനും മടിക്കില്ല, പ്രത്യേകിച്ച് എന്റെ കണ്ണേട്ടന്റെ കാര്യത്തിൽ. 1.5 വർഷമല്ല, ജീവിതകാലം മുഴുവനും ഞാൻ എന്റെ കടമകൾ ചെയ്യാൻ തയ്യാറാ. പക്ഷെ അതിനിടയിൽ എപ്പോഴെങ്കിലും എന്റെ കണ്ണേട്ടൻ പരസഹായം ഇല്ലാതെ നടക്കുന്നത് എനിക്കൊന്ന് കാണണം. മോൾക്ക് ഭർത്താവിനോടുള്ള സ്നേഹം ഞാൻ കണ്ടറിഞ്ഞതാ. അതുകൊണ്ട് തന്നെയാ ഞാൻ ഈ കേസ് ഏറ്റെടുത്തതും. എന്റെ ഉള്ളിലും ഒരു പ്രാർത്ഥനയുണ്ട്, മോളുടെ ആഗ്രഹം നടക്കണേ എന്ന്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ട്രീറ്റ്മെന്റ് ഫീസ് പോലും വാങ്ങാതെ മരുന്നിന്റെ പണം മാത്രം വാങ്ങിയത്. ചില രോഗികളോടും അവരുടെ ബന്ധുക്കളോടും ഞങ്ങൾ ഡോക്ടർമാർക്ക് വല്ലാത്തൊരു അടുപ്പമുണ്ടാവും. അതെല്ലാവരോടും ഉണ്ടാവണമെന്നില്ല. ഇക്കാലത്ത് ആണായാലും പെണ്ണായാലും രോഗം വന്നവരെ ശുശ്രൂഷിക്കാൻ വല്ലാതെ പാടുപെടുന്നവരുണ്ട്. ഒരു രോഗി വീട്ടിലുണ്ടാവുമ്പോൾ, അവർ കിടപ്പ് രോഗിയാകുമ്പോൾ അതൊരു ഭാരമായി കരുതുന്നവരാണ് മിക്കവരും. പഴയ തലമുറ രോഗാവസ്ഥയിലുള്ളവരെ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ നോക്കിയിരുന്നെങ്കിൽ ഇന്ന് രോഗം വന്ന വാർദ്ധക്യം ബാധിച്ച അച്ഛനമ്മമാര് മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ ശത്രുക്കളാണ്. എന്നുവെച്ചാൽ ആരോഗ്യമുള്ളവർക്ക് മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മോളെപ്പോലുള്ളവരുടെ ഭർത്താവിനോടുള്ള സ്നേഹം കാണുമ്പോൾ, ആത്മാർത്ഥത കാണുമ്പോൾ അതിനൊപ്പം നിൽക്കാനല്ലാതെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലാതെ നിങ്ങളെ ഒഴിവാക്കി വിടാൻ എന്റെ മനസ്സെന്നെ അനുവദിക്കുന്നില്ല. ഞാൻ ചലഞ്ച് ഏറ്റെടുത്തു കഴിഞ്ഞു കുട്ടി. ഇപ്പോഴും കണ്ണനെ എഴുന്നേൽപ്പിച്ച് നടത്താമെന്ന് ഞാൻ വാക്ക് തരുന്നില്ല. എങ്കിലും ഞാൻ പഠിച്ച വിദ്യകൾ പരമാവധി പ്രയോജനപ്പെടുത്തി അയാൾക്കു വേണ്ടി ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്യാം. ബാക്കിയൊക്കെ അയാളുടെയും മോളുടെയും ഭാഗ്യം പോലിരിക്കും. ശരി ഡോക്ടറെ. അല്ല, അങ്ങനെ വെച്ചിട്ട് പോവല്ലേ. അയാൾ ഒമിറ്റ് ചെയ്തതും അയാൾക്കുണ്ടായ അസ്വസ്ഥതയൊന്നും കാര്യമാക്കണ്ട. അതൊക്കെ ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്. ഇനിയിപ്പോ മരുന്നിന്റെ ഡോസ് ഞാനൊന്ന് കുറയ്ക്കാൻ ശ്രമിക്കാം. കഴിവതും മനം പുരട്ടുന്ന മരുന്നുകൾക്ക് ഒരു മാറ്റം വരുത്താം. അങ്ങനെ വരുമ്പോ ഉള്ളിലേക്ക് ചെല്ലുന്ന മരുന്നുകള് പെട്ടെന്ന് പുറത്തേക്ക് വരില്ല. പിന്നെ ഉറക്കത്തിൽ ശല്യം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് മോള് കാര്യമാക്കണ്ട. മോൾക്ക് ഏതു പാതിരാത്രിയിലും എന്നെ വിളിക്കാം. കാരണം ആവശ്യമില്ലാതെ വെറുതെ മോള് വിളിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇന്ന് ഞാനുമായി സംസാരിച്ചില്ലായിരുന്നെങ്കിൽ മോളുടെ ഉറക്കം നഷ്ടപ്പെട്ടേനെ. ഇപ്പോ ഒരു സമാധാനമായില്ലേ? തീർച്ചയായും. ഓക്കെ ഓക്കെ, എന്നാ പിന്നെ നാളെ രാവിലെ വിളിക്കൂ, വിശേഷങ്ങൾ പറയൂ. ഉറപ്പായും വൈദ്യരെ. ഓക്കെ, ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ്. Da 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 da
കണ്ണേട്ടിന് ഉറക്കം വന്നില്ലേ? ഉറക്കം വരുന്നില്ല. ഒന്നിനെ പറ്റി ആലോചിക്കാതെ ഉറങ്ങിക്കോ കണ്ണേട്ടാ. തന്റെ പ്രതീക്ഷകൾ വളരുന്ന മഹി എന്റെ സങ്കടം. വേറൊന്നും കൊണ്ടല്ല, നാളെ വലിയൊരു നിരാശ ഉണ്ടാകുന്ന ഇന്നേ അറിയാമെങ്കിൽ അതൊഴിവാക്കാൻ ഇപ്പോഴേ നമ്മൾ മനസ്സിലൊരു തയ്യാറെടുപ്പ് നടത്തുന്നത് നല്ലത്. വൈദ്യര് പറഞ്ഞത് കണ്ണേട്ടന് ഓർക്കുന്നില്ലേ? ആദ്യം വൈദ്യരിലും അദ്ദേഹം തരുന്ന മരുന്നിലും രോഗിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാവണം. സംശയം ഉള്ളിൽ വെച്ചോണ്ട് എന്ത് ചെയ്താലും ഫലം കുറയും. സംശയം ഉള്ളിൽ വെക്കാതെ മരുന്നിന്റെയും ചികിത്സയുടെയും ബലത്തില് നാളെ എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചിരുന്ന ഒരു 12-കാരനുണ്ടായിരുന്നു. എന്നാലത് വർഷങ്ങളോളം സാധിച്ചില്ല. അങ്ങനെ പ്രതീക്ഷ അസ്തമിച്ച ഒരാളാണ് ഞാൻ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടുമെന്ന്. അവിടെ പക്ഷെ ദൈവം എന്നെ കൈവിട്ടില്ല. എന്നാൽ ഇവിടെയും കൈവിടില്ല. എനിക്ക് അത്രയ്ക്ക് വിശ്വാസാ തോമസ് വൈദ്യരെ. അദ്ദേഹം പ്രഗത്ഭനാണ്. പക്ഷെ എന്റെ കാര്യത്തില് ചെറുതായിട്ടൊന്ന് നെറ്റിച്ചൊളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്നേ വരെ ചികിത്സിച്ച ആർക്കും നിരാശരായി പോകേണ്ടി വന്നിട്ടില്ല. എന്നാ ആ റെക്കോർഡ് തിരുത്തുന്നത് ചിലപ്പോൾ ഞാനായിരിക്കും. ഒരിക്കലുമില്ല. കണ്ണേട്ടന്റെ വിജയം അദ്ദേഹത്തിന് പോലും ഒരുപാട് കാലം ഓർത്തു വെക്കാൻ കഴിയും. അങ്ങനെയാ എന്റെ മനസ്സ് എന്നോട് പറയുന്നേ. കൂടുതലൊന്നും ചിന്തിക്കണ്ട, ഉറങ്ങിക്കോ. കരയാണോ താൻ? എന്താടോ ഇത്? അതല്ല കണ്ണേട്ടാ, കണ്ണേട്ടൻ തോമസ് വൈദ്യരെ പോലും വിശ്വസിക്കാത്തത് എന്നെ വല്ലാതെ അലട്ടുന്നു. എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. താനും ഡോക്ടർ എന്താണോ പറയുന്നത് അത് ഞാൻ അനുസരിച്ചോളാം. പോരെ?
കണ്ണേട്ടന്റെ മനസ്സ് മാറണേ ഭഗവാനെ. മരുന്നിനോടൊക്കെ സഹകരിക്കണേ. ഇന്നലെ ഉണ്ടായതുപോലെ കണ്ണേട്ടൻ ഇനി തളർച്ച ഉണ്ടാവല്ലേ. എന്റെ ജീവൻ എടുത്തിട്ട് എന്റെ കണ്ണേട്ടനെ എഴുന്നേൽപ്പിച്ച് നടത്തണമെന്ന് എന്റെ ആഗ്രഹം. അതെപ്പോഴായാലും സാധിച്ചു തരണേ എന്റെ അയ്യപ്പസ്വാമി. അല്ല, നീ നേരത്തെ എഴുന്നേറ്റോ? ഈ സമയത്തൊന്നും എഴുന്നേക്കുന്ന പതിവില്ലല്ലോ. ഇന്നലത്തെ കണ്ണേട്ടന്റെ അവസ്ഥ ആലോചിച്ചപ്പോ എനിക്ക് ഉറക്കം വന്നില്ല. അങ്ങനെ സഹജീവികളെ കുറിച്ചൊക്കെ നീ ചിന്തിക്കാറുണ്ടോ? ഞാൻ ചിന്തിക്കാറുണ്ട്, പക്ഷെ നീയാ ചിന്തിക്കാത്തത്. എന്തിനാടി അങ്ങേരിട്ട് കഷ്ടപ്പെടുത്തുന്നത്? അങ്ങേർക്ക് കാട്ടീന്ന് പറിച്ചെടുത്ത് ഏതോ വൈദ്യര് കൊടുത്ത് പച്ചില മരുന്നുകൾ കുടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാടി നീ സമ്മർദ്ദം ചെലുത്തി അങ്ങനെ കൊണ്ട് കുടിപ്പിക്കുന്നത്? എന്റെ കണ്ണേട്ടന് എല്ലാവരും പോലെ എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ വീൽ ചെയറിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനെങ്കിലും പറ്റണം. ഒരിക്കലും നടക്കാത്ത കാര്യം അത്. വൈദ്യശാസ്ത്രം തോറ്റെടുത്ത് ഇനി ഒരു കാട്ടുവൈദ്യം വിജയിക്കോ? കാട്ടുവൈദ്യനോ? അദ്ദേഹം ഒരു ആയുർവേദ ഡോക്ടറാ. ആയുർവേദ ഡോക്ടർ ആണെങ്കിലേ അയാളെ പറ്റി ഞാൻ മൊബൈലിൽ റിസർച്ച് നടത്തിയായിരുന്നു. അയാള് കൂടുതലായിട്ടും കാട്ടിനകത്തെ പച്ചില മരുന്നുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളാ. അതുകൊണ്ടല്ലേ അങ്ങേരുടെ വീടിന് പോലും അഗസ്ത്യകൂടമെന്ന് പേരിട്ടത്. മിക്കവാറും ഈ മരുന്നെല്ലാം കുടിച്ചു കഴിയുമ്പോഴേ ഇന്നലെ വൊമിറ്റ് ചെയ്ത പോലെ കഴിച്ചതൊക്കെ ഉള്ളിന്ന് പുറത്തു പോയി അഗസ്ത്യകൂടത്തിലെ ചികിത്സ കൊണ്ടേ നിന്റെ ഭർത്താവ് മിക്കവാറും ഒരു അസ്ഥ്യകൂടമായി മാറും. അദ്ദേഹം ദിവ്യ തേജസ്സുള്ള ഒരു ഡോക്ടറാ. അദ്ദേഹത്തിന് ഇതുവരെ പിഴവ് പറ്റിയിട്ടില്ല. എടി, എനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുള്ള വാർത്ത അറിഞ്ഞപ്പോ മുതല് നിന്റെ മനസ്സില് അമ്മയാവണമെന്നുള്ള ആഗ്രഹം മുളപൊട്ടി. അതിന്റെ ഭാഗമായിട്ടല്ലേടി നീ ആ പാവത്തിനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ നീ സ്നേഹിക്കുന്ന ആളോടൊപ്പം നിനക്കങ്ങ് പോയിക്കൂടെ? ഞാൻ സ്നേഹിക്കുന്ന ആളോ? നീ ആരാ ഉദ്ദേശിച്ചത്? ആ, ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കില് അതിനകത്ത് എന്തേലും സത്യം കാണുന്നു വെച്ചോ. സത്യമുണ്ട്, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. സാഗർ. അത് ഈ താലിയുടെ അവകാശിയെയാ. എന്റെ കഴുത്തിൽ ഈ താലി കെട്ടിത്തന്ന എന്റെ കണ്ണേട്ടനെ. ആ, ഇതേ നീ നിന്റെ ഭർത്താവിന്റെ മുന്നിൽ പോയി നിന്ന് ആവർത്തിക്ക്. അയാള് നിന്നെ പതിവ്രതയെന്ന് വിളിക്കട്ടെ. ഒരു കാര്യം നീ ഓർപ്പിച്ചോ, കുറെ നാള് നീ അയാളെ എഴുന്നേൽപ്പിച്ച് നടത്താൻ വേണ്ടിയിട്ട് ഈ ശ്രമങ്ങൾ തുടരും. അത് പൂർണ്ണ പരാജയമാവുമ്പോ നിന്റെ വൃത്തികെട്ട മനസ്സ് നിന്നെ കൊണ്ട് പലതും ചെയ്യിക്കും. ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസം നേരം വെളുക്കുമ്പോ നിന്റെ ഭർത്താവ് എല്ലാരോടും ചോദിക്കും മഹാലക്ഷ്മി എവിടെ പോയിന്ന്. ആ സമയത്ത് നീ നിന്റെ കാമുകന്റെ നെഞ്ചിലെ ചൂടേറ്റ് കാറിൽ യാത്ര ചെയ്യായിരിക്കും. നിന്നെപ്പോലെ തരംതാണ രീതിയിൽ സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കരുണേ. അല്ലെങ്കിൽ ഞാനിതിന് മറുപടി പറഞ്ഞേനെ. എന്റെ അമ്മ എന്നെ വളർത്തിയത്, അല്ലാതെ രണ്ടാനച്ഛനല്ല. അങ്ങനെ രണ്ടാനച്ഛനാണ് വളർത്തിയിരുന്നെങ്കിൽ ചിലപ്പോ നീ പറഞ്ഞതൊക്കെ സംഭവിച്ചേനെ. അതായത് നീ പറയേണ്ടത് പറയാതെ പറഞ്ഞല്ലേ? എന്റെ അച്ഛൻ വളർത്തിയ വഴിതെറ്റി പോകുന്നല്ലേ നീ ഉദ്ദേശിച്ചത്? എന്ന് വെച്ചാ എന്റെ അച്ഛൻ വളർത്തിയത് കൊണ്ട് ഞാൻ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോകുന്നു, അതല്ലേ നീ ഉദ്ദേശിച്ചേ? അങ്ങനെ നിനക്ക് തോന്നിയെങ്കിലേ ഞാനത് തിരുത്താനൊന്നും പോകുന്നില്ല. അടിച്ചു നിന്റെ ആണപ്പല്ല് താഴെയിടും ഞാൻ.
എന്നെ ഒന്ന് അടിച്ചു നോക്ക്. വീട്ടിൽ വെച്ച് അതൊക്കെ നടന്നിട്ടുണ്ട്. എന്നാലേ നിന്നെക്കാളും കരുത്തുണ്ട് ഈ കൈക്ക്. എന്റെ കരുണത്തെ നീ അടിച്ചാ എന്റെ അണപ്പല്ല് താഴെ വീഴില്ല. എന്നാൽ അതേ ശക്തിയിൽ തിരിച്ച് ഞാനൊരെണ്ണം തന്നാലുണ്ടല്ലോ, നിന്റെ അണപ്പല്ല് മാത്രമല്ല അതിനടുത്ത് നിൽക്കുന്ന പല പല്ലുകളും താഴെ വീണെന്നിരിക്കും. ആഹാ, അത്രയ്ക്കായോ? എന്നെ ഒന്ന് തല്ല് നീ എന്നെ. നീയല്ലേ എന്നെ തല്ലെന്ന് പറഞ്ഞത്, ആദ്യം നീ തല്ല്. വേണ്ട, എന്റെ ഭർത്താവ് പറയുന്നതിനനുസരിച്ച് ജീവിക്കുന്നവളാ ഞാൻ. കണ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കെതിരെ ആര് കൈപൊക്കിയാലും ആ കൈ തടുക്കാനും വേണ്ടി വന്ന തല്ലാനും. അതുകൊണ്ട് ഇനി രണ്ടാനച്ഛന്റെ മുഖം എന്നെ ഭയപ്പെടുത്തില്ല, നിന്റെ മുത്തശ്ശിയുടെ. ദേ, പറഞ്ഞില്ലാന്ന് വേണ്ട. ഡീ, പൊട്ടിയ വയറുമായിട്ടെ ജീവിതകാലം മുഴുവൻ നിനക്ക് ജീവിക്കേണ്ടി വരൂടി. എന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് കൈകാലിട്ട് അടിക്കുമ്പോ അതിനുള്ള ഭാഗ്യം നിനക്ക് ഈ ജന്മം ഉണ്ടാവില്ലടി. വേണ്ട, എനിക്കാ ഭാഗ്യം വേണ്ട. എന്റെ കണ്ണേട്ടനുമായിട്ട് നല്ലൊരു ജീവിതം കൊതിച്ചാ ഞാൻ വന്നത്. എനിക്കത് മതി. എന്റെ ഭർത്താവ് ഒത്ത് എനിക്ക് ജീവിതകാലം മുഴുവൻ ജീവിച്ചാ മതി, മനുഷ്യരെ പോലെ. എങ്ങനെയുണ്ട് കണ്ണേട്ടാ? തീരെ വയ്യ. ഞാനിന്ന് ഓഫീസിലേക്ക് വരുന്നില്ല. എന്നാ പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോവാൻ കണ്ണേട്ടാ. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്ന് റെസ്റ്റ് എടുക്കാം. എന്നാ പിന്നെ ഞാനും പോകുന്നില്ല കണ്ണേട്ടാ. അയ്യോ, അത് പറ്റില്ല. നമ്മൾ രണ്ടാളിൽ ഒരാളുടെ കണ്ണ് അവിടെ എത്തണം. ഞാനില്ലാത്തപ്പോൾ താൻ വേണം കമ്പനി നോക്കാൻ. അതിനു വേണ്ടിയിട്ടാ എനിക്കൊപ്പം തന്നെ ഞാൻ കൊണ്ടുപോയത്. കണ്ണേട്ടന് വയ്യാതിരിക്കുമ്പോ ഞാൻ പോണോ കണ്ണേട്ടാ? അവിടെ സ്റ്റാഫുകളൊക്കെ ഇല്ലേ? അതുകൊണ്ട് കാര്യമില്ല. ഞാനിവിടെ വീട്ടിലാണല്ലോ ഉള്ളത്. എനിക്ക് ചുറ്റിനും ആൾക്കാരുണ്ട് ഇവിടെ. ആ ആൾക്കാരെ കണ്ണേട്ടന് പോലും വിശ്വാസമില്ലല്ലോ. അവർക്കൊപ്പമല്ലേ ഇത്രയും നാൾ ഞാൻ കഴിഞ്ഞത്. അതൊക്കെ ശരിയാ. പക്ഷേ കണ്ണേട്ടനൊരു കുടുംബജീവിതം ഉണ്ടാവില്ലെന്നാ അവരൊക്കെ കരുതിയത്. അവരുടെയൊക്കെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതും അത് തന്നെയാ. ഇപ്പൊ ഞാൻ കണ്ണേട്ടന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് അവരാരും പുറമേ അത് കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ രണ്ടാളോട് ശത്രുത വെച്ച് പുലർത്തുന്ന കൂട്ടത്തിലാ. അതൊക്കെ എനിക്കറിയാം. എന്നുവെച്ച് എന്നെ അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാനിപ്പോ തന്നെ സാഗറിനെ വിളിച്ചു പറയാം, തന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോവാൻ. ഞാൻ പോണമെന്ന് നിർബന്ധമാണോ കണ്ണേട്ടാ? ഉറപ്പായിട്ടും പോണം. അതിന് മാറ്റമൊന്നുമില്ല. ഞാൻ പറഞ്ഞ അനുസരിക്കില്ല താൻ? ഇതുവരെ ഒന്നും അനുസരിക്കാതിരുന്നിട്ടില്ലല്ലോ. എന്നാ
ഇതും കേൾക്കണം. തനിക്കറിയാലോ, ഈ ട്രീറ്റ്മെന്റ് പോലും എനിക്കിഷ്ടമല്ല. എന്നിട്ടും താനൊരൊറ്റ ആളിന്റെ വാക്ക് കേട്ടിട്ടാ ഞാൻ ഈ കയ്പൊക്കെ കുടിച്ചിറക്കുന്നത്. അങ്ങനെ പരസ്പര ധാരണയിൽ നമ്മൾ പോകുമ്പോൾ ഒരാൾ പറയുന്നത് മറ്റൊരാൾ കേൾക്കണം. ശരി കണ്ണേട്ടാ, എന്നാ ഞാൻ പോവാം. ഇന്നും ആ കഴുതയില്ല. എനിക്കായിട്ട് അവൻ തന്നെ അവസരം ഒരുക്കുക. അതിനിടയ്ക്ക് വേറൊരു കോവർ കഴുത വിളിച്ചിട്ടുണ്ട്. ഓ, എന്നെ പൈസ തന്ന് വെച്ചിരിക്കുന്ന ഒരുത്തൻ. അവനെ കണ്ടിട്ട് എന്റെ ലച്ചുവിന്റെ അരികിലേക്കൊന്ന് പോണം. അതെ, എങ്ങനെയുണ്ടാ? തരക്കേടില്ലല്ലോ. സൂപ്പർ. ആ വാസാകരെ, ആ, വാടാ ഇരിക്കെ. ഇന്നേ കണ്ണൻ സാർ കമ്പനിയിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് പോണമെന്നാ സാർ വിളിച്ച് പറഞ്ഞത്. എടാ, ഇതൊരു ഗോൾഡൻ ചാൻസാ. ഇന്ന് അവളുടെ മുമ്പില് നീ നിന്റെ മനസ്സ് തുറക്കണം. സാറേ, നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ഈ കളി ഇന്നത്തോടെ അവസാനിക്കും. വിഷുവിന് ഞാൻ കൊടുത്ത സാരി അവൾ ഉടുത്തോണ്ട് എനിക്കൊപ്പം വന്നിരുന്നെങ്കിൽ സത്യം പറയാലോ, എനിക്ക് കുറച്ചുകൂടെ ആത്മവിശ്വാസം കിട്ടിയേനെ. എന്നാ കേട്ടോ, എടാ, ഇന്ന് അവള് നീ കൊടുത്ത സാരി ആയിരിക്കും ഉടുത്തോണ്ട് വരുന്നത്. എടാ, അങ്ങനെയെങ്കില് നിനക്ക് ധൈര്യമായിട്ട് അവളോട് നിന്റെ ഇഷ്ടം തുറന്നു പറയാലോ. എങ്കിലൊരു കൈ നോക്കാം. എടാ, ഈ നോക്കാന്ന് പറഞ്ഞ് സമയം തള്ളി കളയരുത്. എടാ, നീ അവളോട് നിന്റെ ഇഷ്ടം പറയുമ്പോ അവൾ ഒരു കാരണവശാലും നിന്നെ തള്ളിക്കളയില്ല. അതുപോലെ തന്നെ അവള് പെട്ടെന്നൊരു മറുപടി പറഞ്ഞില്ലെങ്കിലും കണ്ണന്റെ മുമ്പിൽ നിന്നെ മോശമായിട്ട് ചിത്രീകരിക്കുമെന്ന് നീ കരുതണ്ട. നല്ല നെഞ്ചെടുപ്പുണ്ട് സാർ. എടാ, പ്രണയത്തിന് നെഞ്ചെടുപ്പ് കുറച്ച് കൂടും. ആദ്യം നീ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്താ വന്നത്. എങ്കിലും എനിക്ക് മനസ്സിലായടാ, നിന്റെ ഉള്ളിൽ ഇപ്പൊ അവള് കിടന്ന് പിടയ്ക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല സാർ. എടാ, ഇന്നത്തോടെ ഈ നാടകത്തിനൊരു ക്ലൈമാക്സ് ഉണ്ടാവണം. ആ ക്ലൈമാക്സില് കണ്ണൻ കരയണം. അവിടെ പുഞ്ചിരി തൂക്കി നിൽക്കുന്നത് നീ ആയിരിക്കണോടാ സാഗറെ. എങ്ങനെ അവളോട് ഇത് അവതരിപ്പിക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. നീയാണ് അവളെയും കൂട്ടി കമ്പനിക്ക് പോകുന്നതെങ്കിൽ കാറിനകത്ത് നിങ്ങൾ രണ്ടാളും മാത്രമല്ലേ കാണൂ. ആ സമയത്ത് എടാ, നിന്റെ മനസ്സ് തുറക്കാൻ ഇഷ്ടം പോലെ സമയം നിനക്കില്ലേ? അതുപോലെ തന്നെ കാറിൽ വെച്ച് പറയാൻ പറ്റിയില്ലെങ്കിൽ ഓഫീസിൽ ചെന്നിട്ട് പറയാലോ. അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ടുള്ള യാത്രയില് എടാ, നിനക്ക് പറയാനുള്ളതെല്ലാം അവളോട് പറയാലോ. ശരി സാർ, ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല. ഇന്നറിയാം കണ്ണനേക്കാളും അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. എടാ, കണ്ണനോട് അവൾക്ക് വെറും സിമ്പതി മാത്രമാ. മൊത്തം തളർന്നു പോയവനോട് ഒരു പെണ്ണ് കാണിക്കുന്ന സിമ്പതി. അവിടെയും അവൾക്കൊരു കുടുംബജീവിതം ഇല്ലാത്തതിന്റെ വിഷമമുണ്ട്. പുറമേ കാണിക്കുന്നില്ലെങ്കിലും അതിന്റെ അമർഷവും സങ്കടവും ഒക്കെ അവളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ നിന്റെ നാവിൽ നിന്ന് അവൾ പലതും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്.
അവൾ ആഗ്രഹിക്കുന്ന പലതും. ശരി സാർ, ഇനി ഇതൊരു ഭാരമായിട്ട് ഞാനും കൊണ്ട് നടക്കുന്നില്ല. എൻ്റെ അഭിനയം ഇന്നത്തോടെ അവസാനിപ്പിക്കാൻ പോവാ ഞാൻ. എടാ, ഇടയ്ക്കിടയ്ക്കൊന്ന് വിളിച്ചുകൊണ്ടിരിക്കണം. സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കാം. ശരി സാറേ. ഓക്കെടാ. എന്ത് തരുന്നേ? ആ, ഇന്ന് ഏത് സാരി ഉടുക്കണ്ടേന്ന് നോക്കുമായിരുന്നു. അല്ല, വിഷുവിന് സാഗർ തനിക്കൊരു സാരി ഒന്നില്ലേ? ഒരു സെറ്റ് സാരി. ആ, തന്നിരുന്നു. ഇന്ന് അത് എടുത്തോണ്ട് പോ. അവനൊരു സന്തോഷമായിക്കോട്ടെ. താൻ എടുത്തു കൊടുക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സാഗർ തന്നോട് അഭിപ്രായം ചോദിക്കാറില്ലേ? അതുപോലെ അവനൊരു സാരി എടുത്തു തരുമ്പോ അത് ഉടുക്കാതിരുന്നിട്ട് അവനെ നിരാശപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. കണ്ണേട്ടൻ പറഞ്ഞത് ശരിയാ. പക്ഷേ അങ്ങനെ മറ്റുള്ള ആണുങ്ങൾ എടുത്തിരുന്ന സാരി എടുത്തു പോവാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കണ്ണേട്ടാ. അതിനെന്താടോ കുഴപ്പം? അത് വലിയ അപരാധമൊന്നുമല്ലല്ലോ. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നമ്മൾ കാരണം ഒരാൾക്ക് ഇത്തിരി സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതൊരിക്കലും വേണ്ടെന്ന് വെക്കരുത്. അതിന്റെ ഗുണം നമുക്കും കൂടാ. എന്നാ പിന്നെ ഞാൻ തർക്കിക്കുന്നില്ല. ഞാൻ ആ സാരി ഉടുക്കാം. അവൻ എനിക്കൊരു ഷർട്ട് തന്നായിരുന്നല്ലോ. ഇനി ഓഫീസിലേക്ക് പോകുമ്പോ അത് ഇട്ടുകൊണ്ട് വേണം പോവാൻ. അവനെ അക്കൗണ്ടന്റായിട്ടാണ് നമ്മൾ നിയമിച്ചത്. എന്നിട്ട് അതിനപ്പുറം ജോലി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും ഒരു മടിയില്ല. അങ്ങനെയുള്ളപ്പോ അവനെ ഹാപ്പി ആയിട്ട് നിർത്തണം. പിന്നെ ഡ്രൈവർ ഉണ്ടായിട്ടും ഏത് നേരവും സാഗറിനെ വിശ്വസിച്ചാ തന്നെ ഞാൻ അവനൊപ്പം വിടുന്നേ. അവൻ പ്രശ്നക്കാരനൊന്നും അല്ലല്ലോ. ഒരിക്കലും അല്ല. അവൻ എന്നെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാ കാണുന്നേ. നമ്മളെയൊക്കെ പോലെ ചിന്തിക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരനാ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത്തരക്കാരെ ഇന്നത്തെ കാലത്ത് കണ്ടുകിട്ടാൻ പ്രയാസമാ. ഇനി കണ്ടുകിട്ടിയാലോ അവരെ കൂടെ നിർത്തണം. ആത്മാർത്ഥതയുള്ള കുറച്ച് സഹപ്രവർത്തകരാ നമ്മുടെ ഒരു ബലം. അതെ. അപ്പോഴേ സെറ്റ് സാരിയല്ലേ കൊടുക്കുന്നേ? പോകുന്ന വഴിക്ക് സാഗറിനോട് പറയണം കുറച്ച് മുല്ലപ്പൂ കൂടി വാങ്ങിത്തരാൻ. എന്നിട്ട് താൻ ഈ നാടൻ പെൺകുട്ടിയായിട്ട് ഓഫീസിലേക്ക് കയറിച്ചില്ല. ആ, അവിടെ എത്തിട്ടൊന്ന് വീഡിയോ കോൾ ചെയ്യണം. എനിക്കൊന്ന് കാണാമല്ലോ മുല്ലപ്പൂവൊക്കെ തലേ ചൂടിയ എന്റെ ഭാര്യയെ. വിഷുവിന്റെ അന്ന് അമ്പലത്തിൽ പോയപ്പോ അവിടെ വന്ന് എല്ലാരോടും അമ്മ പറയുന്നുണ്ടായിരുന്നു അവൾ ഓഫീസ് സ്റ്റാഫിനൊപ്പം കറങ്ങി നടക്കുവാണെന്ന്. അതാളി കത്തിക്കണം. അവൾ അത്ര പരിശുദ്ധയല്ലാന്ന് നാട്ടുകാരും മൊത്തം അറിയട്ടെ. ഇത് അയാൾ വാങ്ങിത്തന്ന സാരിയല്ലേ ആ സാഗർ? അതെ, കൊള്ളാവോ? പിന്നെ നിന്റെ ഭർത്താവ് വിഷുവിന് വാങ്ങിത്തന്നതിനെക്കാളും കൊള്ളാം. കണ്ണേട്ടൻ വാങ്ങിത്തന്ന സാരി എനിക്കിഷ്ടപ്പെട്ടത്. ഓ, ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും ഇത് എടുത്തോണ്ട് പോകുന്നത്. ഇത് കണ്ണേട്ടൻ പറഞ്ഞിട്ടാ. എന്തുണ്ടെങ്കിലും കണ്ണേട്ടന്റെ തലയെ കൊണ്ട് വെച്ചോ. നിനക്ക് ആ സാഗറിനോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. എനിക്ക് ഈ ലോകത്ത് വേറെ ആരെ ഒന്നും ബോധിപ്പിക്കാനില്ല, എന്റെ കണ്ണേട്ടനെ അല്ലാതെ. എന്നാലും എല്ലാരും പറയുന്നുണ്ടല്ലോ അവന്റെ ഒപ്പം നടക്കുന്നത് ശരിയല്ലാന്ന്. എന്നിട്ട് നിങ്ങൾ എന്തിനാ അവനൊപ്പം കാറിൽ യാത്ര ചെയ്യുന്നേ? ഞാൻ സാഗറിനെ എന്റെ കൂടെപ്പിറപ്പായിട്ടേ കണ്ടിട്ടുള്ളൂ. ഒരു അനിയനെ പോലെയാ കണ്ണേട്ടൻ അയാളെ സ്നേഹിക്കുന്നത്. സാഗർ ഇല്ലെങ്കിൽ കമ്പനിയുടെ ഡ്രൈവർ ആയിരിക്കും എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്.
അങ്ങനെയാണെങ്കിൽ അയാളെ എന്നെയും ചേർത്തും കഥകൾ ഉണ്ടാക്കുവോ? ആ വഴിതെറ്റി നടക്കുന്നവരെ കുറിച്ച് കഥകൾ ഇങ്ങനെ പ്രചരിച്ചോണ്ടിരിക്കും. ഞാൻ വഴിതെറ്റി നടക്കുന്ന ഒരു പെണ്ണല്ലെന്ന് കണ്ണേട്ടന് നന്നായിട്ടറിയാം. കണ്ണേട്ടന്റെ മനസ്സിൽ നിങ്ങൾ അങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കി വെച്ചു. അതാണ് സത്യം. എന്നിട്ടിപ്പോ ഭർത്താവിനെ ചികിത്സിപ്പിക്കാനായിട്ട് നടക്കുക. നിന്റെ മനസ്സിൽ ഒരിക്കലും അയാൾ നേരെ ആവണമെന്നില്ല. അയാൾ എന്നും വീൽ ചെയറിൽ ഇരിക്കുന്നതാ നിനക്കിഷ്ടം.